ഹലോ ഗൈസ്, അപ്പോൾ ഇതുപോലെ അലങ്കോലപ്പെട്ട് കിടക്കുന്ന ഷെൽഫിനെ നമുക്കൊന്ന് വൃത്തിയാക്കിയാലോ? അതിന് നമുക്കൊരു ഓർഗനൈസർ റെഡിയാക്കാം. ആദ്യം വേണ്ടത് ഇതുപോലൊരു കാർഡ്ബോർഡ് ബോക്സാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതുപോലത്തെ കാർഡ്ബോർഡ് ബോക്സേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ അതിങ്ങനത്തെ എടുത്തത്. ഇനി ആ സൈഡിൽ കാണുന്ന രണ്ട് നീണ്ടു നിൽക്കുന്ന ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടും. ഇനി കട്ട് ചെയ്ത് മാറ്റിയ പീസസ് ഒന്നും കളയണ്ട, അതൊക്കെ നമുക്ക് ആവശ്യം വരും. നമുക്കിതുപോലെ സൈഡ് വെച്ച് ഒട്ടിച്ച് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ചുറ്റും ഇതുപോലെ ബോർഡർ കൊടുക്കാനായിട്ട് ഞാൻ ഇതുപോലത്തെ കുറച്ച് പീസസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം ജോയിൻ ചെയ്ത് ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കാവേ. അങ്ങനെ ഞാൻ 2 സൈഡ്സും അതുപോലെ തന്നെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഇവിടെ അതേപോലെ ഒട്ടിച്ച് കൊടുക്കണം. ഇനി 4 കമ്പാർട്ട്മെൻറ്റ്സ് ആയിട്ടും തിരിക്കണം. അതിന് ഞാൻ വേറൊരു കാർഡ്ബോർഡ് ബോക്സാണ് എടുക്കുന്നത്. അപ്പോൾ അതാ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ക്രോസ് പീസ് വെച്ചിട്ട് 4 കമ്പാർട്ട്മെൻറ്റ്സ് ആയിട്ട് തിരിക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഇതുപോലെ വരും. ഞാൻ നടുക്കത്തെ പീസിൽ ചെറിയൊരു കട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാകുമ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും റിമൂവ് ചെയ്യാൻ പറ്റും. അതേപോലെ ഇതുപോലെ 2 പീസസ് ഞാൻ ഫ്രണ്ടിലും വെച്ച് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമ്മുടെ സാധനങ്ങളുടെ അളവനുസരിച്ച് നമുക്കതിൽ വ്യത്യാസം വരുത്താം. അപ്പോൾ നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൽ കുറച്ച് ഭംഗി വരുത്താനായിട്ട് വെള്ള പേപ്പറിൽ ഞാൻ പൊതിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ അതാ ഞാനവിടെ നിരന്ന് കിടന്ന സാധനങ്ങളെല്ലാം എടുത്ത് ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ആകുമ്പോൾ വൃത്തിയായിട്ട് അവിടെ ഇരുന്നോളും. അപ്പോൾ ഇതാണ് നേരത്തെ കണ്ട ഷെൽഫ് മാറി ഇപ്പോൾ പുതിയ കോലത്തിലായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.